ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പതിവ് പോലെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ പഴയ ഒത്തിരി തുണികളൊക്കെ കാണല്ലേ, അപ്പോൾ അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ടിപ്സാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ടിപ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലിട്ട് കിടക്കാം. വീഡിയോയിലിട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ ഇതുപോലുള്ള ബോക്സ് ഒക്കെ കിട്ടാറുണ്ടല്ലേ. അപ്പോൾ ഇതുപോലുള്ള ബോക്സ് ഒക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്ക് വീട്ടിൽ യൂസ് ആകുന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ബോക്സിന്റെ രണ്ട് സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം. ഇപ്പൊ ഇത് കണ്ടില്ലേ, ബോക്സിന്റെ ഈ ഒരു സൈഡത്തെ കാർഡ്ബോർഡ് കട്ടായി പോയേക്കാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഭാഗം കവർ ചെയ്ത് ക്ലോസ് ആയിട്ട് ഇരിക്കാനായിട്ട് ഞാൻ ഇതുപോലെ വാൾപേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോക്സിന്റെ തന്നെ അടുത്ത സൈഡിൽ നിന്ന് ഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ബോക്സിന്റെ രണ്ട് സൈഡും നന്നായിട്ട് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നേരെ ഹാഫ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. ഞാൻ വാൾപേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ വാൾപേപ്പർ ഒക്കെ വെച്ചിട്ട് ബോക്സ് ഒക്കെ കവർ ചെയ്തെടുക്കുന്ന ടൈമിൽ അടിഭാഗമൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ 4 ഭാഗവും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങളൊക്കെ ഇതുപോലെ മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നല്ല ഷേപ്പിൽ കിട്ടിക്കോളും. നല്ല നീറ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി ഇതിന്റെ മുകളിലുള്ള എക്സ്ട്രാ വരുന്ന വാൾപേപ്പറിന്റെ ഭാഗം ഉള്ളിലോട്ട് ഒന്ന് മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത ബോക്സും ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ അടുത്ത ബോക്സും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് ബോക്സ് തമ്മിൽ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ബോക്സിന്റെ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഇത് നമ്മുടെ നല്ലൊരു ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ പെന്ന് പെൻസിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, നമ്മൾ വെറുതെ കളയാൻ വെച്ചിരിക്കുന്ന ബോക്സ് വെച്ചിട്ട് നമുക്ക് കിഡിലനായിട്ട് ഇതുപോലുള്ള ഓർഗനൈസർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുട്ടികളുടെ സ്റ്റഡി റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ അവർക്ക് പെന്നും പെൻസിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള നല്ലൊരു പെൻ ഹോൾഡർ ആയിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിലൊരു പഴയ തുണിയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ചുരിദാരം കണ്ട് തയ്ച്ച ടൈമിൽ ബാക്കി വന്നൊരു പീസാണ്. ഇത് നമുക്ക് ഇത്രയും ആവശ്യമില്ല, നമുക്ക് ചെറിയൊരു പീസ് മാത്രം മതി ഇതിൽ നിന്ന്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ഇതിനെ നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഈ കട്ട് ചെയ്യുന്ന അത്രയും വലുപ്പത്തിലുള്ള 6 പീസാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് 3 പീസ് ഇതുപോലെ എടുത്തതിന് ശേഷം കറക്റ്റ് ആയിട്ടൊന്ന് പിടിച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് കെട്ടിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം ഒന്ന് മെടഞ്ഞു കൊടുക്കണം. നമ്മുടെ മുടിയൊക്കെ പിന്നീടില്ലേ, അതേപോലെ ഒന്ന് പിന്നിയിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് പിന്നിയിടുന്ന ടൈമിൽ ഓവർ ടൈറ്റ് ആയിട്ട് പിന്നിയിടാൻ പാടില്ല. ചെറിയൊരു ലൂസോട് കൂടി വേണം പിന്നിയിട്ട് കൊടുക്കാനായിട്ട്. നമ്മളെടുത്ത തുണിയുടെ അവസാനം വരെ ഇതുപോലെ പിന്നിട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്കി 3 പീസ് ഉണ്ടല്ലോ, അതും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ പിന്നിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ പിന്നിയതിന്റെ അവസാന ഭാഗം ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിന്റെ എക്സ്ട്രാ വരുന്ന ഭാഗം കുറച്ച് അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഞാൻ പിന്നി എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കട്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കട്ട് പീസിന്റെ ഓരോ അറ്റത്തായിട്ട് നമ്മൾ മടക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതായത് പിന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ അതിനോട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത സൈഡ് ഒന്ന് ചെയ്തെടുക്കാം. അടുത്ത സൈഡ് ചെയ്തെടുക്കും ഈ ഒരു കട്ട് പീസിന്റെ മറ്റേ അറ്റത്ത് വേണം ചെയ്തെടുക്കാനായിട്ട്. അവസാനം നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക. അതായത് നമ്മളെടുത്ത കട്ട് പീസിന്റെ രണ്ടറ്റത്തായിട്ട് നമ്മൾ പിന്നിയിട്ട ഭാഗങ്ങൾ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള 4-5 ബാംബൂ സ്റ്റിക്കാണ്. ഇപ്പൊ ഞാൻ 4 ബാംബൂ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ബാംബൂ സ്റ്റിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഈർക്കലിന്റെ കമ്പാൽ എടുത്താൽ മതി. പിന്നെ ഈർക്കലിന്റെ കമ്പ് എടുക്കുന്ന ടൈമിൽ നന്ന നേരിയതായിരിക്കുമല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ 2-3 എടുത്തിട്ട് ടാപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മതി. ഇനി നമ്മളെടുത്ത ഓരോ ബാംബൂ സ്റ്റിക്കും നമ്മൾ പിന്നിയിട്ട ആ ഒരു ഭാഗത്തിന്റെ ഇടയിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് വേണ്ട ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാനെടുത്ത 4 ബാംബൂ സ്റ്റിക്കും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുമരിലായിട്ട് തൂക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇതുപോലെ ക്ലിപ്പൊക്കെ ഉണ്ടാവല്ലോ,
അപ്പോൾ ഇത്തരം ക്ലിപ്പൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള നല്ലൊരു ഓർഗനൈസർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ക്ലിപ്പൊക്കെ ബാംബൂ സ്റ്റിക്കിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലിപ്പൊന്നും എവിടെയും മിസ്സാവുകയില്ല. പിന്നെ എവിടെയെങ്കിലും പോകാൻ നേരം ക്ലിപ്പൊന്നും തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് എടുത്തിട്ടുകൊണ്ട് പോവുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള കപ്പാണ് കേട്ടോ. ഇനി ഈ ഒരു കപ്പിന്റെ സൈഡ് ഭാഗത്തായിട്ട് നമുക്കൊരു വാൾപേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഈ സൈഡ് ഭാഗത്തെ ഈ ഒരു ഭാഗം ഇവിടെ നിർത്തിക്കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗത്താണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വാൾപേപ്പർ ബാലൻസ് വന്ന പീസ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തതാണ് കേട്ടോ. ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഡബിൾ ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പേപ്പർ കപ്പ് ആയതുകൊണ്ട് തന്നെ വലിയ വെയിറ്റ് ഒന്നും കാണില്ല. അപ്പൊ ഡബിൾ ടാപ്പിൽ നിന്നോളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് നേരെ ചുമരിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുമരിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചെറിയ ഡെക്കോർ പീസുകൾ ഉണ്ടാവല്ലോ, അതായത് അധികം വെയിറ്റ് ഇല്ലാത്ത ഡെക്കോർ പീസൊക്കെ ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ കപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷെൽഫ് പോലെ ആയിരിക്കും. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിന്റ് ഒക്കെ അടിച്ചു കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള വെയിറ്റ് കുറഞ്ഞ ഡെക്കോർ പീസൊക്കെ നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ വില കൂടിയ വാൾ ഷെൽഫൊക്കെ വാങ്ങിയിട്ട് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയല്ലാതെ ഇതുപോലെ കപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ആ ഒരു ഭംഗി തന്നെ നമുക്ക് ഇതിലോട്ടും കിട്ടും. പിന്നെ ഈ ഒരു കപ്പിൻ്റെയൊക്കെ സൈഡ് ഭാഗത്തായിട്ട് ഒന്നുകിൽ വാൾപേപ്പർ ഒട്ടിക്കോ അല്ലെങ്കിൽ പെയിന്റോ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.